വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു കൂടെ ഒക്കെ ഒന്ന് പോയിങ്ങാണ്ട് സെറ്റാക്കി ചില്ലാക്കിന്ന് വരാൻ കരുതി. നല്ല മയും കാര്യങ്ങളൊക്കെയാണ് പുറത്ത്. അപ്പോൾ പോയിങ്ങാണ്ട് ഒരു ചായയും നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിങ്ങാണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് വൈബാക്കിയിട്ട് വരാമെന്ന് കരുതി. ഫ്രണ്ട്സ് എന്ന് പറയുന്നതല്ല, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ. ഓക്ക് നോളെ കോളേജിൽ സീനിയേഴ്സ് മോണോ ഫെയർവെല്ലിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ഇങ്ങനെ വെറുതെ ഓക്ക് തുടക്ക് പോകാമെന്ന് കരുതി. അല്ലെങ്കിൽ നിലമ്പൂരിൽ കൂടെ ഒക്കെ ഒന്ന് പോയിങ്ങാണ്ട് നല്ല കടുപ്പത്തിൽ ഓരോ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് നല്ല തിമർത്തി കലക്കി ഇങ്ങനെ വരാമെന്ന് കരുതി. നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ്. കാരണം ഒന്നുമില്ലല്ലോ, നമുക്കിപ്പോൾ പുറത്തേക്കൊന്നും പോകാനും പറ്റൂല, ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതൊക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ എങ്ങോട്ട് പോകാൻ പറ്റില്ല, ഫുള്ള് പോസ്റ്റ് അടിച്ചിരിക്കുക. നമുക്ക് വെയിലാവുമ്പോൾ കുറച്ചൊക്കെ മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് എപ്പോഴും മഴ ചെയ്തിട്ടേ ഭയങ്കര ഒരുമാതിരി ഒരു സുഖമല്ല അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓള് വന്നിട്ട് ഓളെ കാണിച്ചു തരാം. ഞങ്ങളെ വീട് ഇവിടെയും തറവാട് അവിടെയാണ്. ഈ കാണുന്നതാണ് തറവാട്. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും മമ്മാൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കട്ടെ. ഗൈസ്, അങ്ങനെ മമ്മ പൂളക്കൂട്ട വിളമ്പി തന്നിട്ടുണ്ട്. മമ്മ താ മുന്നിൽ പോണ്. കഴിച്ചോക്കട്ടെ, എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇങ്ങോട്ടുള്ള അഭിപ്രായമൊക്കെ പറയാം, പൊക്കി പറയൊന്നുമില്ല. നമ്മൾ മമ്മാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മമ്മ താ നല്ല പൂളക്കൂട്ടാന് കാര്യങ്ങളൊക്കെ കഴിച്ചോണ്ടിരിക്കണേ. ഞാനും കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് പറഞ്ഞാണി? എങ്ങനെയുണ്ട്? രസമുണ്ടോ? മമ്മാന്റെ ഭാഗത്തു നിന്ന് ചിരി മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കാൻ പാട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിപ്പിച്ചാനൊക്കെ തുടങ്ങാം. ഇപ്പൊ ഭയങ്കര ഡീസന്റ് ആണ്. അതിനെ ഉണ്ടാവും ഭയങ്കര പൊലിവിലേക്കാരം. കുറച്ച് കഴിഞ്ഞാൽ കാണാൻ ശരിക്കും സ്വഭാവമൊക്കെ പുറത്ത് വരുന്നുള്ളൂ. അപ്പൊ ഞാന് പൂളക്കൂട്ടാൻ കഴിക്കട്ടെ. രസമുണ്ടോ? ഞാൻ കുറച്ചുള്ള എടുത്തിക്കണേ. ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് പഴം കഴിച്ചിന്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നോക്കട്ടെ. ഗായ്സ്, അങ്ങനെ 1 മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം ഓളെത്തിക്കണം. 1 മണിക്കൂറായി ഞാൻ കാത്തിക്കൽ തുടങ്ങിയിട്ട്. നിർത്ത ഇറങ്ങ ഡ്രൈവർ മാറും. ഇനി ഞാൻ തടി ഉണ്ടായോണ്ട് ഇന്നെ താങ്ങാനുള്ള ശേഷി നോക്കില്ല. വെറുതെ ഡ്രൈവറാണ് പറഞ്ഞ് നടക്കുക. ഇറങ്ങ നാട്ടു റോട്ടിലെ പല വണ്ടി നിർത്തിയിട്ടിക്കണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. എന്നെ കാണിച്ചു കൊടുത്താ തിരിച്ച് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ എടവണ്ണ നിലമ്പൂർ ഭാഗത്തോട്ട് പോവുകയാണ്. ഇനി ഞാനാ ഡ്രൈവർ. ഇത്രയും നേരം ഓള് മെയിനായി, ഇനി ഞാൻ മെയിനായിട്ട് വേറെ. ഗായ്സ്, അങ്ങനെ പോണ വഴിക്ക് 2 മയക്കോട്ടൊക്കെ വാങ്ങിച്ചതേന്. ഒരു 5 മിനിറ്റ് മഴയൊക്കെ പെയ്തു. അത് കഴിഞ്ഞേക്കിന് ഒരു ഒരു വണ്ടിയൊക്കെ പോണ പോക്കാണ്ടല്ലോ, പിരാന്താവും മനുഷ്യന്. ഞങ്ങൾ 2 മയക്കോട്ട് വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നല്ല മൂഞ്ചലായിക്കണം. ഇനി ഇത് ഊരിടാൻ പോവാണ്. ഓക്കെ, ഓളെ പരിപാടിക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. 2 മണിക്കാണ് പരിപാടി. ഇപ്പോൾ 2:15 കഴിഞ്ഞു. ഏതാ ടൈമിങ് അല്ലേ, ഫസ്റ്റ് ഡേ തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഊരിട്ടിട്ട് വരാം. അല്ല, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ പരിപാടി കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാനായിരുന്നു. അവസാന നിമിഷത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പാട്ട് പരിപാടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് സോങ് പറ്റില്ല. അപ്പോൾ കസേരക്കളി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സീനിയേഴ്സും ടീച്ചേഴ്സും പിന്നെ വേറെ കുട്ടികളും എല്ലാവരും കൂടെ കൂടിങ്ങാണ്ട് ഫുള്ള് എൻജോയ്മെൻറ്റ് കാര്യങ്ങളായിരുന്നു. പക്ഷെ പോവാതെക്കാൻ വേണ്ടിങ്ങാണ്ട് പല അടവും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സീനിയേഴ്സിന്റെ റാഗിങ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, അങ്ങനെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ 3 മണിക്ക് വന്ന് 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര പരിപാടി കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഇതായില്ല. ഭയങ്കര സാറ്റിസ്ഫൈ ആയി എന്ന് പറയാനൊന്നുമില്ല, അതിന് മാത്രമൊന്നും ആയില്ല. പിന്നെ ഓളാണ് കോളേജിൽ പോണത്. ഇവിടുത്തെ പരിപാടി കണ്ടുകാണ്ട് പിന്നെ നിൽക്കണ്ട. ചിലപ്പോൾ കോളേജ് വേറെ കാരം, ഇവിടെ വേറെ കാരം. ഇവിടെ സീനിയേഴ്സിൻ്റെ ഫെയർവെല്ലിൻ്റെ പ്രോഗ്രാം അല്ലേ, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് ഇത്രയും ലോങ്, നമുക്ക് അവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. അതൊക്കെ ഇപ്പോൾ അവിടെ പോയി വന്ന് ഒക്കെ കണ്ടപ്പോൾ അതിന് മാത്രം ഇല്ലയെന്ന് തോന്നി. അങ്ങനെയൊക്കെ അല്ലേ, എത്ര റിസ്ക് എടുത്ത് വരാൻ മാത്രമല്ല ഇതൊന്നും ഇല്ല. എത്രയാണെന്നുണ്ടെങ്കിലും 1 മണിക്കൂറിന് അടുപ്പിച്ചുണ്ട്. ഡെയിലി ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, ശരിയാക്കണം, സെറ്റാക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ എന്താ പേര്, ABK ഹോളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവിടെ കാണാം ABK ഹോളിൽ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ എന്തായാലും ഇനി
ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് കറങ്ങിയിട്ട് വീട്ടിൽ പോകണം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വരുന്ന വൈക്കൊരു അവൽ മിൽക്കിൻ്റെ ഷോപ്പുണ്ട്. എന്തോ യഥാർത്ഥ ചേരുവകളുമായി പുതുമയുമായി മിൽക്ക് അവൽ മിക്സ് പറഞ്ഞ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അതിൻ്റെ ആംബിയൻസിൻ്റെ ഒരു ഫ്രഷ്നെസ് കണ്ടപ്പോൾ നമ്മൾ കയറി നോക്കിയതാണ്. എന്തായാലും അവൽ മിൽക്ക് കുടിക്കാമെന്ന് പറഞ്ഞ്. ഓക്കെ. നല്ല ആംബിയൻസ്. എന്താണ് ഷോപ്പ് ഗൈസ്. അവൽ മിൽക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. CMT എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചോ കേട്ടോ. കോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കോട ഒക്കെ ഊറ്റി കൊടുക്കും. കഴിച്ചിട്ടാണ്. അപ്പം ഞങ്ങളേ പോരുന്ന വഴിക്ക് വീണ്ടും ഒരു കട കണ്ടു. അതിൽ ഇവർക്ക് ഒഴിവില്ല സ്ഥലം തന്നെ വേണം, തിരക്കൊന്നും പാടില്ല. അപ്പം ഞങ്ങളിങ്ങനെ ആരും ഇല്ലാത്തൊരു കടയിലേക്ക് ഇറങ്ങാണ്ട് നല്ല ചൂട് മുട്ട പറ്റി 2 ചായയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഗൈസ് ഞങ്ങളങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്നു, നിലമ്പൂരിൽ നിന്നൊക്കെ പോകുന്നു ഞങ്ങൾ അവസാനം കൂരാട് എത്തിയിട്ടുണ്ട്. കൂരാട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ റഷൻ്റെ വീട്ടിലേക്ക്. അവിടെ നിന്ന് ഞങ്ങൾ സെറ്റ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിൽ കോളിന് ആക്കിത്തരാം. ഇന്ന് ഫുള്ള് തിന്നലുള്ള ദിവസമാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മളങ്ങനെ റഷൻ്റെ വീട്ടിലെത്തി. റഷൻ്റെ വീട് പറഞ്ഞാൽ എന്താ പറയുക സംഭവം, നിക്കാഹിൻ്റെ വീടാട്ടോ. വീഡിയോയിൽ വരുമല്ലോ നിങ്ങളൊന്നും. റഷൻ്റെ ഒരേ ഒരു നാത്തൂന് ഗൈസ്. റഷൻ്റെ ഒരേ ഒരു നാത്തൂന് 8ാം ക്ലാസ്സിൽ പഠിക്കാണ് അല്ലേ, മമ്പാട്ടുമൂലയാണ്. അല്ല ഇവർക്കൊക്കെ ഭയങ്കര കുറവ്. മാറുന്നുണ്ടെങ്കിൽ നിന്നോ, വയറിലോട്ടോ. ഓ ഒരു ഹായ് പറ, എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറ. ഓള് മേക്കപ്പ് ചെയ്തിട്ടില്ല പറഞ്ഞ് പോവാണ് ഗൈസ്. ഗൈസ് നമ്മൾ വന്നത് അറിഞ്ഞിട്ട് നമുക്കിന്ന് മന്തി, ബീഫ്, പിന്നെ ഇതെന്താ ചിക്കൻ ചില്ലി മസാല ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വരുന്നത് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അതാ പൊക്കവട ഉണ്ട്, എല്ലാതും ഉണ്ട്. ഇതൊക്കെ പടക്ക കഴിച്ചിട്ട് ഇന്ന് എൻ്റെ വയറെന്തെങ്കിലുമൊക്കെ ആവും. ഇത് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഉച്ചക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉണ്ടാക്കിയതാട്ടോ. നമ്മൾ വരുന്നതൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ നൈസായിട്ട് വന്നങ്ങാണ്ട് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. ഇതാ ലെഗ് പീസൊക്കെ ഉണ്ട്, നല്ല സെറ്റാക്കി കഴിച്ചിട്ട് വരാം. കഴിച്ചോടെ എന്താ അവസ്ഥ അവിടെ? സൂപ്പ് പറയാം. സൂപ്പ് അടിപൊളി. അപ്പോൾ ഓക്കെ കഴിച്ചിട്ട് തരാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇതാ വീടൊക്കെ എത്തി. ഇനി അവള് പോവാണ്. ഓക്കെ ബൈ. ഇറങ്ങിക്കോ. ഡ്രൈവർ മാറുകയാണ് ഗൈസ്. അല്ലാ ഇനി എന്നാ നാളെ കാണാം. വീട്ടുകാരെ ആട്ടി വിടും. ഓക്കെ പോയി. അപ്പൊ ഓക്കെ ബൈ, ടാറ്റാ. ഗൈസ് ഹെൽമെറ്റ് കൊണ്ടുപോവാതെ പോയിക്ക. ഹെൽമെറ്റ് എന്റെ തലയിലേന്. അവ ചെവിടൊക്കെയാണ് പോയത്. തലയ്ക്കൊക്കെ നോക്കണ്ടേ ഇടക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇന്ന് ജസ്റ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഞാനിങ്ങനെ പോയതും വന്നതൊക്കെ കുറച്ചും കൂടെ ആഡ് ആക്കിയിട്ടുള്ള വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോയാണ്. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് എനിക്കൊരു തോന്നൽ. എന്നത്തെ അത്ര. അപ്പോൾ എൻ്റെ മാക്സിമം ഇനി അടുത്ത വീഡിയോയിലും ഇതിലൊക്കെ ഞാൻ സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് എന്ന് പറയുന്നില്ല. എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.